പക്ഷെ VS അച്യുതാനന്ദൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത വീര്യമാണ്. കണ്ണേ കരളെ VS എന്നാണ് അണികൾ മുഴുവൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ മുഷ്ടി ചുരുട്ടിയുള്ള ഇൻഗ്ലാബ് സിന്ദാബ് വിളിയും പരിഹാസത്തോടെയുള്ള എതിർപക്ഷത്ത് നിൽക്കുന്ന ആളെ പരിഹാസത്തോടെ കളിയാക്കുന്ന ഒരു VSനെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി VS ആശുപത്രിയിലാണ്. ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നൊരു ദിവസം പറയുന്നു, പിറ്റേ ദിവസം ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പറയുന്നു. പല വിവാദങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്നു. മുഖ്യമന്ത്രി ഒരു ദിവസം മാത്രമേ പോയി കണ്ടുള്ളൂ, പാർട്ടി അണികൾക്ക് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു VSൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം അത് എങ്ങനെയായിരിക്കാം? നമുക്ക് VSനെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏത് തരത്തിൽ വിശകലനം ചെയ്യണം എന്നതൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. VSൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥ പോലും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ VSൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ പോലും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നൊരു വാക്യം മാത്രമാണ് ഓരോ ദിവസവും കിട്ടുന്നത്. പക്ഷേ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചല്ല, ജീവിച്ചിരുന്ന ആരോഗ്യവാനായ VSനെ കുറിച്ച് ഓർക്കുന്നത് മലയാളിക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ, നീ പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. VS എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു വീര്യം വരും അറിയാതെ. അത് ഒന്നാമത് പോരാളികളുടെ തലമുറയിൽ പോരാട്ടം മാത്രം, സാധാരണ തൊഴിലാളികളെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയുക, അധ്വാനം മാത്രം ആസ്തിയുള്ള മനുഷ്യനാണ് തൊഴിലാളി എന്ന് പറയുമല്ലോ. VS പോരാട്ടം മാത്രം ആസ്തിയാക്കി വളർന്നു വന്ന നേതാവാണ്, പൊരുതി വന്ന ഒരാൾ. അങ്ങനെ ഒരു നേതാവ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആ തലമുറയിൽ ഒരാളുണ്ടോ സംശയമാണ്. പൊരുതി വരിക എന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ. ഇപ്പോൾ പോരാട്ടം എന്ന് പറയുന്നത് ആളുകളെ കൂട്ടി സമരം ചെയ്യുക. ഇപ്പോൾ നമ്മളൊക്കെ തലമുറയായപ്പോൾ അങ്ങനെയാണല്ലോ. യൂണിയൻ ഉണ്ടാക്കുക, വിദ്യാർത്ഥി യൂണിയൻ, യുവജന സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുക, പോലീസുമായിട്ട് ഏറ്റുമുട്ടുക, അറസ്റ്റ് വരിക്കുക, അതൊക്കെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിൽ എഴുതുക. എന്നിട്ട് നമുക്ക് പാർലമെൻറ്റിലേക്കോ അസംബ്ലിയിലേക്കും പഞ്ചായത്തിലേക്കോ മത്സരിക്കുമ്പോൾ അതൊരു പരിഗണിക്ക് വരും. VS അങ്ങനെ വന്നതല്ല. VSന് പൊരുതുക എന്ന് പറഞ്ഞാൽ ദുർബലരായ മനുഷ്യരുടെ മോചനത്തിനുള്ള ഒരേ ഒരു വഴി സംഘടിച്ചിട്ട് അവർക്ക് വേണ്ടി പൊരുതുക. അവനവന് വേണ്ടിയല്ല, അവനവന് വേണ്ടിയല്ലാതെ അവരവന് വേണ്ടി. അതെ, അതാണ് ഈ രക്തസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രക്തസാക്ഷിയാവാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കുന്ന മനുഷ്യരായ പോരാളികൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പൊരുതുമ്പോൾ ഉള്ളൊരു ഗുണം കമ്മ്യൂണിസ്റ്റുകാർ അതാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഈ സമരത്തിന് വിളിക്കുന്നവരോട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരാമെന്ന് പറയില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതിശാസ്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾക്കൊരു ആവശ്യമുണ്ട്, അവകാശമുണ്ട്. ആദ്യം അവനെ പഠിപ്പിക്കുക നിന്റെ അവകാശമാണ്, അത് നിനക്ക് വാങ്ങിത്തരുന്ന ആളല്ല ഞാൻ, നിന്നോടൊപ്പം പൊരുതുന്നൊരു പോരാളിയാണ്. അപ്പം നീ എന്നോടൊപ്പം വന്നാൽ നിന്റെ അവകാശം നിനക്ക് തന്നെ നേടിയെടുക്കാം. എൻ്റെ കൂടെ വന്നാൽ രണ്ട് കാര്യം ഉറപ്പാണ്. പോരാട്ടത്തിൽ എപ്പോഴും ജയിച്ചു പോരണമെന്നില്ല, അവകാശങ്ങൾ നേടിപ്പോന്നോളണമെന്നില്ല, ആ പോരാട്ടത്തിൽ മരിച്ചു വീണമെന്ന് വരാം. പക്ഷെ VSനെ പോലൊരു നേതാവ് അണികളെ വിളിക്കുമ്പോൾ അവരിലേക്ക് എത്തുന്നൊരു മെസ്സേജ് എന്താണെന്നറിയാം. VS വിളിക്കുമ്പോൾ കൂടെ പോയാൽ അദ്ദേഹം വീണിട്ടേ ഞാൻ വീഴൂ. അതൊരു ധൈര്യമാണ്, അതിനാണ് സഖാവ് എന്ന് പറയാം. ആ തലമുറയിൽ ഇനി അധികം പേരില്ല, അത് അപൂർവം പേരാണ്. കേരളത്തിൽ ഈ CPM അറിയാലോ, 1964 കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതുവരെ. 1920 തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. റഷ്യയിലെ താഷ്കൻഡിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. പിന്നീട് ഇന്ത്യയിൽ വെച്ച് ആദ്യത്തെ യോഗം ചേരുന്ന 1925 25 ഡിസംബർ 26 സ്ഥാപക ദിനം ഇന്ത്യയിൽ. അന്ന് മുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 64 ഇത് പിളർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരാനുണ്ടായ കാരണം ആശയപരമായ അഭിപ്രായ വ്യത്യാസം. 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ആരെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരേണ്ടത്? സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കണോ ചൈനയെ മാതൃകയാക്കണോ? ഒരു കൂട്ടർ പറഞ്ഞു ചൈനയാണ് ശരി, ഒരു കൂട്ടർ പറഞ്ഞു സോവിയറ്റ് യൂണിയനാണ് ശരി. അങ്ങനെ ചൈനയെ പിന്തുണച്ചവരാണ് CPMകാർ, സോവിയറ്റ് യൂണിയൻ പിന്തുണച്ചത് CPIക്കാർ. വേറൊരു തർക്കം, ഇന്ത്യൻ ബൂർഷ്വാസിയോട് എങ്ങനെ പെരുമാറണം. ഇന്ത്യൻ ബൂർഷ്വാസി ആരാ? ഇന്ത്യൻ ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ബൂർഷ്വാ പാർട്ടികൾ. മറ്റേത് വിപ്ലവ പാർട്ടികൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിൽ 2 തരം പാർട്ടികൾ. അപ്പോൾ ബൂർഷ്വാ പാർട്ടികളോടുള്ള എന്ത് സമീപനം എടുക്കണം? അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു തൊടാൻ പാടില്ല, കൊന്നൊടുക്കണം, തട്ടിക്കളയണം എല്ലാത്തിനെയും. മറ്റൊരു പറഞ്ഞു അങ്ങനെയല്ല,
അവരും ജനാധിപത്യവാദികളാണ്. ജനാധിപത്യ രാജ്യത്ത് ബൂർഷ്വാ പാർട്ടികളോട് പോലും നയപരമായ സമീപനം എടുക്കണം എന്ന് ആ നിലപാടെടുത്തവരാണ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കാര്യം. തീവ്ര നിലപാടെടുത്തവരാണ് CPM-കാർ. ഇങ്ങനെ പല കാരണങ്ങളാലാണ് പിളർന്നത്. അപ്പോൾ വേറൊരു തർക്കം, 3 പ്രധാനപ്പെട്ട തർക്കങ്ങളാണ്. വേറൊരു പ്രധാനപ്പെട്ട തർക്കം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയപരമായ നേതൃത്വം നൽകേണ്ട മാതൃകകൾ ആരാണ്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ആഗോള മാതൃക. അതെന്താ സംശയം? മാർക്സ്, ഏംഗൽസ്, സ്റ്റാലിൻ, ലെനിൻ, മാവോ, ഇങ്ങനെയുള്ള മാതൃകകളാണ്. ഹോച്ചിമിൻ, കാസ്ട്രോ, ആഗോള മാതൃകകളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അപ്പോൾ ഒരു കൂട്ടർ അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞു, നല്ലൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, അല്ല, ഇന്ത്യയിൽ വിപ്ലവം നടക്കണമെങ്കിൽ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതൃകകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ വിശ്വാസങ്ങളോടും സംസ്കാരത്തോടും ഒപ്പം കൂടെ നിന്നിട്ട് തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ വിമോചന സ്വപ്നം കണ്ടവരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ സ്വാമി വിവേകാനന്ദനാണ്. ശൂദ്രൻ്റെ ഭരണം വരും എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവേകാനന്ദ സ്വാമികളെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് വേണം ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ. അതാണ്. അപ്പോൾ എസ് എ ഡാങ്കെ കേട്ടില്ല. അപ്പോൾ എസ് എ ഡാങ്കയെ ഇവിടെ പരസ്യമായിട്ട് വിളിച്ചു, മിണ്ടിപ്പോകരുത്, വേദാന്ത കമ്മ്യൂണിസ്റ്റാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാങ്കയെ ചീത്ത വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ അന്നുണ്ടായ പിളർപ്പാണ് 64-ലെ പിളർപ്പ്. 30 പേര് ഇറങ്ങിപ്പോയി. ഈ ഡാങ്കയാണ് അന്ന് ചെയർമാൻ. ഇപ്പോൾ ഡാങ്കയുടെ നിലപാട് ശരിയല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചിറങ്ങിപ്പോയവരാണ് ഈ 30 പേര് ഇറങ്ങിപ്പോയി. 30 പേരിൽ ഇറങ്ങിപ്പോയപ്പോൾ 2 പേര് പോയില്ല. 2 വലിയ വമ്പന്മാരായ നേതാക്കന്മാർ 2 പേര് ഇപ്പോൾ പോണ്ടേ എന്നിങ്ങനെ ശങ്കിച്ചു നിന്നു. അതാരാന്നറിയോ? ചില്ലറക്കാരല്ല. ഒരാൾ ജ്യോതി ബാസു, ഒരാൾ EMS തമ്പൂരിപ്പാട്. 2 ആൾ പോയില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു സ്വഭാവമുണ്ട്, പ്രത്യക്ഷത്തിൽ ശത്രുവാകുന്നതിനേക്കാൾ അപകടമാണ് നിഷ്പക്ഷത പാലിക്കുന്നവൻ. അതുകൊണ്ട് അവരെ ആദ്യം പുറത്താക്കി. 30 ആൾ പോയതിൽ 32 പേരെ പുറത്താക്കി. നമ്പർ 1 ജ്യോതി ബാസു, നമ്പർ 2 EMS, പിന്നെ ബാക്കിയുള്ളവരൊക്കെ. അതിലിറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന 32 പേരിൽ കേരളത്തിൽ 5-6 പേരുണ്ടായിരുന്നു. അതിൽ ഇനി ഒരാളേ ഉള്ളൂ, അതാണ് VS. അപ്പോൾ അതാണ് അന്നാണ് CPM ഉണ്ടാകുന്നത്. CPIM എന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിട്ടൊരു പാർട്ടി ഉണ്ടാകുന്നത് ഈ 64 ഏപ്രിൽ 5 മറ്റോ ആണ് ഓർമ്മ. അപ്പോൾ ആ 64-ലുണ്ടായ CPIM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന VS മാത്രമാണ്. അതാണ് VS-ന്റെ ഒരു ഇമ്പോർട്ടൻസ്. അത്തരത്തിലൊരു അർഹത ഒരിടക്കാലത്ത് കൊണ്ട് VS-ന് കിട്ടിയിട്ടുണ്ടോ? അർഹത മീൻസ് അംഗീകാരം ഇല്ല. VS-ന് ഒരുപാട് തരത്തിലുള്ള തിരിച്ചടികളല്ല ഉണ്ടായത്. ഒന്നാമത് VS-ന്റെ കൾച്ചർ, ആ ജനറേഷൻ്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, പൊരുതിയിട്ട് പാവപ്പെട്ടവൻ്റെ അവകാശം നേടിക്കൊടുക്കുക. അല്ലാതെ അവരുടെ ലക്ഷ്യം എന്താ? പൊരുതുക, അവകാശം നേടുക എന്നുള്ള അവകാശ സമരങ്ങൾ, സമര സംഘടന എന്നാണല്ലോ പറയുക. അല്ലാതെ പഞ്ചായത്ത് മെമ്പറായി കളയാം, അവിടെ കമ്മീഷൻ എത്ര കിട്ടും, ഇങ്ങനെയുള്ള എങ്ങോട്ട് ഭരണം ഒരു ലക്ഷ്യമേ ആയിരുന്നില്ലല്ലോ. അതിന് പകരം പാർലമെന്ററി ജനാധിപത്യം ലക്ഷ്യമായി തീരുകയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേരള മുഖ്യമന്ത്രിയാവുക എന്നതുമായി തീർന്നു. അത് കൾച്ചർ മാറ്റാണ്, ജനറേഷൻ മാറി, കൾച്ചർ മാറി. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ VS-ന്റെ ഒരു കൾച്ചറിന് ചേർന്നല്ലോ. ഇപ്പോൾ ആ VS-ന്റെ കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ, കണ്ണൂരിൽ നിന്നുണ്ടായിരുന്ന ഒരേ ഒരാൾ AKG ആണ്. AKG ഇങ്ങനെ ഒരാളാണ്. പാർലമെന്റിലേക്ക് പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് പറഞ്ഞയച്ചപ്പോഴും ഇവിടെ ഇടുക്കിയിലെ അമരാവതിയിൽ 10,000-10,000 മനുഷ്യന്മാർ കിടപ്പാടമില്ലാതെ, ഓർമ്മയില്ല, ഇടുക്കി ഡാം വന്നപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവരെ പുറന്തള്ളിയതാണ്. അവർക്ക് കിടപ്പാടം കൊടുത്തില്ല. ഇടുക്കി ഡാം വന്നത് EMS ഭരിക്കുമ്പോഴാണ് കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്. പിന്നെ കോൺഗ്രസ് വന്നപ്പോഴും അവർക്ക് കൊടുത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ AKG അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. AKG പറഞ്ഞു, അവിടെ AC-യിൽ നിന്നൊരു സുഖമില്ല, ഇവിടെ മനുഷ്യൻ്റെ കൂടെ ഈ വെയിലും മഞ്ഞും കൊണ്ട് അവിടെ കുടില് കെട്ടി സമരം തുടങ്ങി. അവർക്ക് മുഴുവൻ കിടപ്പാടം കൊടുത്തു. അപ്പോൾ ആ കൾച്ചറാണ്, ആ കൾച്ചർ വേറെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ കണ്ണൂരിലെ AKG-യുടെ ശിഷ്യന്മാരാരുമില്ല. ഇവരാരും AKG-യുടെ ശിഷ്യന്മാരല്ല. AKG-യിൽ നിന്ന് പഠിച്ച ഒരാൾ ഇതിനെ വഴിമാറ്റി വിട്ടു പിൽക്കാലത്ത്. അത് MV രാഘവനായിരുന്നു. MV രാഘവൻ്റെ ശിഷ്യന്മാരാണ് അവർക്ക്. MV രാഘവനാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൂലധനത്തിൻ്റെ പാർട്ടിയാക്കി മാറ്റുക, എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുക. അത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, പക്ഷേ അത് വലിയ ആസ്തിയുള്ള സ്ഥാപനങ്ങളാണ്. നമ്മുടെ അഴിമതി പണം മുഴുവൻ ഒളിപ്പിക്കാനും പറ്റും. എല്ലാ മൾട്ടി പർപ്പസാണ്. അതുകൊണ്ട്
മാത്രമല്ല പാർട്ടിയിൽ അധാർമിക വൃത്തികൾ, വഴിവിട്ട ബന്ധങ്ങൾ, സ്ത്രീ വീട് ഇഷ്യൂസ്, അതൊക്കെ MVRൻ്റെ കാലത്താണല്ലോ തുടങ്ങിയത്. അപ്പോൾ MVRൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കണ്ണൂർക്കാർ. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഈ പ്രൈമറി ക്ലാസ് ജയിക്കാത്തത് വരെ AKG ശിഷ്യന്മാരാരും ഇപ്പോൾ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ തലമുറ അവരൊക്കെ സത്യത്തിൽ ഈ VS-നോട് അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. VS ഭരിച്ച കാലത്തും പ്രതിപക്ഷത്തിരുന്ന കാലത്തും തത്തുല്യമായിട്ട് ആരാ ഉണ്ടായിരുന്നത്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ജനങ്ങളുടെ കൂടെ ഒന്ന് പൊരുതുകയെന്നില്ലേ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അത് തന്നെ ഏർപ്പാട്. ഇപ്പോൾ VS-ൻ്റെ പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ എന്തെല്ലാം VS ആരോടെങ്കിലും VS ധാർഷ്ട്യത്തോടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ധാർഷ്ട്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ VS ധാർഷ്ട്യത്തോടെ സംസാരിക്കുമ്പോൾ ആളുകൾ കൈയടിക്കും. മറ്റേ ധാർഷ്ട്യം കണ്ട ആളുകൾ അടിയും കൊണ്ട് ഓടും, പേടിച്ചിട്ടല്ല, മടുത്തിട്ട്. അങ്ങനെയാണല്ലോ. VS ആണ് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ നല്ല തെറികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മണിയാശാൻ്റെ തെറിയും VS-ൻ്റെ തെറിയും വേറെയാണ്. VS പറയേണ്ട നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ AK ആൻ്റണിയുടെ പ്രസ്താവന വന്നു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൻ്റെ വികസനത്തെ തകർത്തതെന്ന് എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടിക്കെതിരായിട്ട്. അതിന് ആശയപരമായി മറുപടി പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. അപ്പം അന്ന് വൈകുന്നേരത്തെ ഒരു പൊതുയോഗത്തിൽ VS പറഞ്ഞു, ചില തന്തയ്ക്ക് പറക്കാത്തവർ അങ്ങനെയും പറയും. പ്രശ്നം തീർന്നു. പിന്നെ ആൻ്റണി മിണ്ടിയിട്ടില്ല. അതും ആൻ്റണിയെ പോലെ ഒരു നേതാവിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ തന്ത എന്നൊക്കെ പറയുന്നത് അനാവശ്യത്തിലും അനവസരത്തിലും പറയുമ്പോഴാണ് നമുക്കത് കൊള്ളാതിരിക്കുക. മറ്റേത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ കാലമൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ പറയുകയും ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല വിമർശനം ആവശ്യമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ വികസനം തടഞ്ഞു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുരോഗതിയിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് തെറിയാണല്ലോ പറയാം. അതൊക്കെ VS-ൻ്റെ ഒരു രീതി അങ്ങനെ. അപ്പോൾ VS എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും മനുഷ്യന് വേണ്ടി പൊരുതുകയും ചെയ്യും. തയ്യൽ തൊഴിലാളിയാണല്ലോ ബേസിക്കലി, അല്ലേ? തയ്യൽ തൊഴിലാളി, തുന്നക്കാരനാണ്. ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തു ഒന്നും ഇല്ല എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും അദ്ദേഹം അങ്ങനത്തെ ഒരു പോരാളിയാണല്ലോ VS. പക്ഷേ പിന്നെ VS ചെയ്ത് ആരാണ് ചെയ്യാൻ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ ഈ ഭൂമി കയ്യേറ്റത്തിന് എന്താ വഴിയുള്ളത്? കയ്യേറ്റത്തിന് നോട്ടീസ് അയക്കുന്നു, എന്നിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങി അത് ഒതുക്കി തീർക്കുന്നു. അതല്ലെങ്കിൽ വലിയ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോകുന്നു, വക്കീലിനും കോടതിക്കും കാശ് കൊടുത്തും കൊടുക്കാതെയൊക്കെ അങ്ങനെ കൊല്ലങ്ങളോളം നീണ്ടുപോകും. കയ്യേറ്റം അപ്പോഴും കയ്യേറ്റമായിട്ട് തുടരും. അതെ, VS കണ്ടുപിടിച്ച വഴി എന്താ? VS കണ്ടുപിടിച്ചല്ല, VS-ന് നല്ല ഉദ്യോഗസ്ഥന്മാരെ നിർദ്ദേശം കൊടുത്തു, അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, അല്ലേ? അക്കാലത്തെ ആ ടീമില്ലേ, മൂന്നാർ സുരേഷ് കുമാർ, പിന്നെ മറ്റേ ഇപ്പൊ അദ്ദേഹം എക്സൈസിലുണ്ടായിരുന്നേ ഇർഷാദ് സിംഗ്, ഒരാളും കൂടി രാജു നാരായണ സ്വാമി, 3 പേര് പുലികള്, പൂച്ചകളോ, എലിയെ പിടിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞ നിലപാടാണ്, ഒരു മാതൃക ഒരിക്കൽ സൃഷ്ടിച്ചു കൊടുക്കണം. അതെന്താ വെച്ചാൽ കയ്യേറിയിട്ട് അവിടെ ഈ മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ചാൽ സർക്കാരിന്റെ ജനങ്ങളുടെ ഭൂമി കയ്യേറിയിട്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെന്താ? കോടതി അവസാനം കൊടുക്കുന്ന ഉത്തരവ് എന്താ? സ്റ്റാറ്റസ് കോ നിലനിർത്തുക. അപ്പോൾ അതിനൊന്നും പറ്റില്ലല്ലോ. VS മറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ അത്തരത്തിൽ ഒരുത്തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടി മറ്റേ സാധനം വെച്ച് JCB വെച്ച് തകർത്തങ്ങോട്ട് കൈ കൊടുത്താൽ അവൻ്റെ നെഞ്ച് മാത്രമല്ല പൊട്ടുക, പിന്നീട് ഈ കയ്യേറാൻ തോന്നുന്ന ഒരുത്തൻ്റെയും കൈ പൊങ്ങൂല. അതാണല്ലോ VS-നെതിരായി വലിയ. അപ്പോൾ മണിയാശാൻ വരെ എതിരായിരുന്നില്ലേ? അവൻ്റെ കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷേ VS അത് അന്ന് ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയല്ലോ. പാർട്ടി ഓഫീസുകൾക്ക് നേരെ വരെ ചെന്നില്ലേ? അപ്പോൾ ചില്ലറ ധൈര്യമല്ല. VS-ന് ആകെ ഒരു കളങ്കമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉണ്ടാക്കിയ ചില ആരോപണങ്ങളാണ്. VA അരുൺകുമാർ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പഴയ സഖാക്കൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ കഴിയുമെങ്കിൽ കല്യാണം കഴിക്കരുതെന്നാണ്. അതെന്തുകൊണ്ടറിയോ? ഈ മാതിരി കെടുതികൾ വരും. കാരണം ഞാൻ എങ്ങനെയാവുന്ന, എൻ്റെ മോൻ എങ്ങനെയാവുമെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും? അച്ഛൻ്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് ഇവൻ അനർഹമായ പദവികൾ നേടി. IHRD-യിലെ മാനേജറൊക്കെ ആയില്ലേ അവൻ? യോഗ്യതയുള്ള ആളല്ല, ഒരു ക്ലർക്ക് പോസ്റ്റിൽ ഇരുന്ന ആളാണ്. വഴിവിട്ടാണ് നിയമനം. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. ഭാര്യയ്ക്ക് ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ട ലോബിയിൽ വന്നു. അത്തരം ആരോപണങ്ങളൊക്കെ വന്നു. VS അറിഞ്ഞപ്പോൾ പുറത്താക്കി കേട്ടോ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ശാപം അവരുടെ കുടുംബമാണ്.
അതുകൊണ്ടാണല്ലോ അഴിമതി ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും രണ്ടു കൂട്ടർക്ക് വേണ്ടി, ഒന്നുകിൽ പാർട്ടി സഖാക്കൾക്ക് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി ചെയ്യും. സ്വന്തം മോൾക്കും ഒരുവൻ വേണ്ടി ചെയ്യാറില്ല. അതാണുള്ള വ്യത്യാസം. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് ഈ കുടുംബം നമ്മുടെ ഒരു വീക്ക്നെസ്സായി മാറുന്നുണ്ട്. അത്തരം വൈകാരികമായ വീക്ക്നെസ് വരും എന്നുള്ളതുകൊണ്ടാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത്. അത്തരക്കാരില്ല. VS അതിൻ്റെ അവസാന കാലത്ത് വൈകിയാണെങ്കിലും കല്യാണം കഴിച്ച ഒരാളാണ്. ഇവിടെ നമ്മുടെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, വർക്കിച്ചേട്ടൻ അല്ലേ, AP വർക്കിച്ചേട്ടൻ, അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് VS എന്തായാലും VSൻ്റെ ആരോഗ്യത്തിന്, VSനെ 100 വയസ്സ് കഴിഞ്ഞു അല്ലേ. VS എത്ര കാലം ഉണ്ടായാലും ആ ഒരു ചൈതന്യം കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൻ്റെ ഒരു ആവേശമാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ നമുക്ക് ആഗ്രഹിക്കാനേ നിവൃത്തിയുള്ളൂ ഈ ഘട്ടത്തിൽ. ബാക്കിയൊന്നും നമുക്ക് പറയാൻ വയ്യല്ലോ.